ഇത് എം ചന്ദ്രികാബായി, കുട്ടികളുടെ പ്രിയപ്പെട്ട ചന്ദ്രിക ടീച്ചർ. 1985 19ാമത്തെ വയസ്സിൽ ഈ വിദ്യാലയത്തിൽ അധ്യാപികയായി എത്തി. നീണ്ട 35 വർഷങ്ങൾ ഇവിടെ സേവനം നടത്തി. 2022 മാർച്ച് 31 പ്രധാനാധ്യാപികയായി വിരമിച്ചു. വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. ഞാനിപ്പോ ശരിക്കും പറഞ്ഞ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിലാണ് ഉള്ളത്. എന്റെ സ്കൂൾ എന്നല്ലാണ്ട് അതിനപ്പുറം അതിൽ കുറഞ്ഞൊരു വാക്കുകൊണ്ട് എനിക്ക് ഈ സ്കൂളിനെ പറ്റി പറയാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഇവിടുത്തെ ഈ നെല്ലിമരവും, പണ്ടൊരു നെല്ലിമരം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ 2008 വെച്ചതാണ്. ആ ഒരു നെല്ലിമരം, ഒരു മാഞ്ചോടും, ഈ വരാന്തിയും ഈ ക്ലാസ് മുറികളൊക്കെ ചെറുതായിട്ടൊരു ഓർമ്മ, എന്തെങ്കിലും ഒരു ഓർമ്മ വെച്ചാൽ പോലും അത് മനസ്സിൽ, ഈ ഓർമ്മകളൊക്കെ വരുമ്പോൾ പോലും മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറയും എന്നുള്ളതാണ് എന്റെ ഓർമ്മകൾ. കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ പറഞ്ഞില്ലേ, നമ്മുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെല്ലിക്കയായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ഓർമ്മകൾ. അന്ന് കള്ളക്കടി കടിക്കുക എന്നാണ് പറയാ. കള്ളക്കടി കടിച്ചിട്ട് പങ്കുവെക്കും നെല്ലിക്ക. ആ നെല്ലിക്കയുടെ ഒരു ചവർപ്പുണ്ട്. കള്ളക്കടി എന്താ? കള്ളക്കടി പറഞ്ഞാൽ ഈ ഉടുപ്പിൽ വെച്ചിട്ടാണ് കടിക്കുക. നമ്മളിങ്ങനെ ഇതിന്റെ ഉള്ളിൽ വെച്ച് കടിക്കും. കള്ളക്കടി കടിച്ച് തന്നാൽ മതി. അങ്ങനെ കടിച്ച് പങ്കുവെച്ച് കഴിക്കുന്ന അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കാൻ അന്ന് ഇവിടെ കിണറൊന്നുമില്ല. അന്ന് ഇവിടെ പാറയ്ക്ക് നിന്നാണ് വെള്ളം കൊണ്ടുവരിക. വെള്ളം കൊടുത്തിട്ട് ഇവിടെ സിമെന്റ് തൊട്ടി ഉണ്ടായിരുന്നു. ആ തൊട്ടിയിൽ വെള്ളം നിറച്ച് വെക്കും. അതില് ഒരു തകരത്തിന്റെ ഒരു വട്ട അടപ്പുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ കുട്ടിക്കൂറ പൗഡറിന്റെ ഒരു ഡപ്പ, അതിന്റെ മോൾ ഭാഗം കളഞ്ഞിട്ട് അതാണ് വെക്കുക. അതുകൊണ്ട് കപ്പിന് പകരം കപ്പൊന്നുമില്ല. അപ്പൊ അത് മന്ത്രി ഇങ്ങനെ വെള്ളം ഒഴിച്ചു തരും. ഒരു മുറുക്ക് എന്നാ പറയാ, ഒരു വായ അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു മുറുക്ക് വെള്ളം എന്ന് പറയാം. അപ്പൊ 2 മുറുക്ക് പറഞ്ഞാൽ 2 മുറുക്ക് വെള്ളം എല്ലാവർക്കും കിട്ടും. അപ്പൊ ഈ നെല്ലിക്ക കഴിച്ചിട്ട് ആ വെള്ളം കുടിക്കുമ്പോൾ ഒരു സ്വാദുണ്ട്. അത് വല്ലാത്തൊരു, ഇപ്പോഴും അത് ഓർക്കുമ്പോ ആ മധുരം ഇങ്ങനെ മനസ്സിൽ വരുന്നുള്ളതാണ്. പിന്നെ അന്നത്തെ ഒരു പ്രധാന പരിപാടിയായിരുന്നു പെൻസിൽ വരയ്ക്കുക എന്നുള്ളത്. അതായത് അന്ന് കല്ല് പെൻസിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഉരച്ച് കൂർപ്പ് വരുത്തിയിട്ട് ഈ കല്ലിന്റെ സ്ലേറ്റിലാണ് അത് എഴുതുക. പിന്നെ വെള്ളത്തണ്ടുകൊണ്ട് മായ്ക്കുക. അങ്ങനെയൊക്കെയായിരുന്നു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം പൊതുവെ ഹൈടെക് ആയി, ബഹുനില കെട്ടിടങ്ങളും ലിഫ്റ്റുകളും ക്യാമറകളും എല്ലാ സൗകര്യങ്ങളുമായിട്ട് വരികയാണ്. നമ്മളിപ്പോഴും ഈ ഒരു ഓർമ്മയുടെ ഭാഗമായിട്ട് ഇപ്പോഴും പഴയ ഒരു സ്ട്രക്ചറിൽ നിൽക്കുകയാണ്. അത് മാറാൻ പോവാണ്. നമ്മുടെ സ്കൂളിന് സാമ്പത്തികമായിട്ടുള്ള പരിമിതികളും ഭൗതിക സാഹചര്യങ്ങളിലുള്ള വലിയ ഒരു കുറവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പുരോഗതിക്ക് ഒരു തടസ്സമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനെ മറികടക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ വന്നിട്ടുള്ളതെന്ന് അറിയണതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നോസ്റ്റാൾജിയുടെ ഭാഗമായിട്ട് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇത് നിലനിൽക്കുമെങ്കിലും ഇന്ന് നമുക്ക് ആവശ്യം ഹൈടെക് ക്ലാസ് മുറികളും പഠന സൗകര്യങ്ങളുമാണ്. അപ്പൊ അതിലേക്ക് എത്തുമ്പോഴും പഴയ ആൾക്കാരുടെയൊക്കെ ഓർമ്മകളിൽ എന്തായാലും ഈ നെല്ലിയും ഈ ബോർഡും ഈ ഒരു റെയിലിന്റെ ഒരു ബെല്ലാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഞങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാവും. എങ്കിലും നമുക്ക് പുരോഗതി ഉണ്ടാവട്ടെ. പണ്ടത്തെ പൊതുവിദ്യാലയം അല്ല ഇന്നത്തെ പൊതുവിദ്യാലയം എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം പണ്ട് എല്ലാവരും, നമ്മുടെ ഈ കാഞ്ഞിക്കുളത്തെ എല്ലാവരും, എല്ലാ വീട്ടിൽ നിന്നുള്ള കുട്ടികളും, പൈസ ഉള്ളവരും ഇല്ലാത്തവരും, ഏത് ജാതി മതഭേദങ്ങളില്ലാണ്ട് എല്ലാവരും ഒരുമിച്ച് പഠിച്ചിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ എല്ലാവരും നമുക്ക് അറിയാന്നുള്ളതാണ് ഇപ്പോഴും. ഇപ്പൊ എന്തായാലും ടീച്ചറുടെ ജീവിതകാലത്തിലെ പ്രധാനപ്പെട്ട കാലയളവൊക്കെ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ടാണ്. വിദ്യാർത്ഥിയായിട്ട്, അധ്യാപികയായിട്ട്, പ്രധാനാധ്യാപികയായിട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോഴും വിദ്യാലയത്തിൽ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ 95ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടും അടുത്ത വർഷം ജൂൺ മുതൽ തന്നെ നമ്മുടെ വിദ്യാലയവും ഹൈടെക് ആവാൻ പോവുകയാണ് പുതിയ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്റെ ജീവിതത്തിന്റെ 3/4 ഭാഗവും ഞാൻ ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അതായത് 71 മുതൽ 75 വരെ ഞാനിവിടെ പഠിച്ചിരുന്നു. അതിനുശേഷം കുറച്ചു കാലം ഇവിടുന്ന് പോയി വേറെ സ്കൂളുകളിലുള്ള പഠനത്തിന് ശേഷം വീണ്ടും ഞാൻ 85 ഒരു 19 വയസ്സുകാരി കുട്ടി ടീച്ചറായിട്ട് ഇവിടേക്ക് വരികയാണ് ഉണ്ടായത്. അതിനുശേഷം ആ 85 മുതൽ 22 വരെയുള്ള ഒരു കാലഘട്ടം, ഒരു നീണ്ട 37 കൊല്ലത്തെ ഒരു കാലമുണ്ട്. ആ കാലം ഞാൻ എന്നെ തന്നെ മറന്ന് ഇവിടെ ജീവിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അധ്യാപിക അമ്മയാണ് എന്നൊരു സങ്കല്പം എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ മുണ്ടൂർ കൃഷ്ണകുട്ടി മാഷ് ഞങ്ങളുടെ മനസ്സിലേക്ക് കൊത്തിവെച്ച ഒരു കാര്യമായിരുന്നു. അത് എന്നും സ്കൂളിലേക്ക് വരുമ്പോൾ അറിയാതെ ഈ ഗേറ്റ് കടന്നാൽ അത് മനസ്സിലേക്ക് വരുമായിരുന്നു. ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരുപാട് കുട്ടികളെ ചേർത്ത് നിർത്താനും അവരെ സ്നേഹിക്കാനും കഴിഞ്ഞത്. അപ്പൊ അന്ന് ഞാൻ കൊടുത്ത ആ സ്നേഹത്തിന്റെ ചെറിയ തരികൾ അവർ ഊതിപ്പെരുക്കിയിട്ട് 100% കൂട്ടിയിട്ട്, അല്ലെങ്കിൽ 100 മടങ്ങ് കൂട്ടി എനിക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു നിർവൃതി എന്ന് വേണമെങ്കിൽ പറയാം. സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അപ്പുറം ഒരു നിർവൃതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പൊ നമ്മുടെ 95ാം വാർഷികം ആഘോഷിക്കാനുള്ള വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെ എപ്പോഴും ഈ സ്കൂളിനെ പറ്റി തോന്നുമ്പോൾ ഒരു മോഹം എന്താന്ന് വെച്ചാൽ ഈ വിദ്യാലയം
അക്ഷരത്തിന്റെ ആ പ്രൗഢി നിലനിർത്തിക്കൊണ്ടും സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് ഇവിടെ. അത് വേറെ എവിടെയും കാണാത്ത ഒരു അന്തരീക്ഷമാണ്. അതായത് വീട് പോലെ ഒരു വിദ്യാലയം എന്ന് പറയെങ്കിലും വീട് തന്നെയാണെന്ന് പോലെ എന്നുള്ളതും കൂടി ഞാൻ മാറ്റും. വീടായ വിദ്യാലയമാണിത്. അപ്പൊ അതിന്റെ ആ സ്നേഹത്തിന്റെ പ്രഭയും ചൊരിഞ്ഞുകൊണ്ട് ഇതിവിടെ തലമുറകൾക്ക്, ഇനി വരുന്ന എല്ലാ തലമുറകൾക്കും വേണ്ടി ഇതിവിടെ നിലനിൽക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ മോഹം.